ഹലോ, എന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഇതെന്താണെന്നൊന്ന് ഗസ് ചെയ്ത് നോക്കാമോ? സംഭവം നമ്മുടെ കെണ്ടിങ്ങരയിലും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് തഴുതാമ. നിങ്ങളുടെ നാട്ടിലും തഴുതാമ എന്ന് തന്നെയല്ലേ പറയണേ? എനിക്കറിയില്ല. നമ്മുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പറയണേ. നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കണേ. ഇതേപോലെ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇങ്ങനെ ഞൊടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി എടുത്താലും വെന്ത് കഴിയുമ്പം ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. ഞാൻ ആക്ച്വലി ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചെടിയാട്ടോ ഇത്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക തഴുതാമെന്ന്. ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ നീണ്ടു പോകും. വാഷ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ തോരൻ അരിയില്ലേ, അതുപോലെ നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം ഫുള്ള്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി, നമ്മുടെ വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകമൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ടൊരു ചട്ടിയൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുക. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കൊള്ളാമെങ്കിൽ കമൻറ്റിലൊന്ന് പറയേ. എന്നിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ തഴുതാമ ഇട്ട് കൊടുക്കണേ. അത് നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളൊരു ചെടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അടച്ചു വെച്ച് അത് വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ അതിലോട്ട് ഇത്തിരി ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി ഒരിത്തിരി അടച്ചു വെക്കുക, എന്നിട്ട് തുറക്കുക. അത്ര മതി. എന്നിട്ട് ആ വെള്ളം ഒന്ന് പറ്റി പോണ വരെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ യൂറിനറി ഇൻഫെക്ഷനും പിന്നെ ഈ മൂത്ര തടസ്സം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഈ തഴുതാമേല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണം, നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പനിക്ക് കുറേ ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബെനിഫിറ്റ് ഉള്ളൊരു ചെടിയായതെന്ന്. അങ്ങനെ നമ്മുടെ തഴുതാമ സാറ് വെന്തിരിക്കുകയാണ്. അപ്പോൾ അതിലായിട്ട് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് അതിലോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം വേണമെങ്കിൽ. ഇല്ലെങ്കിൽ അങ്ങനെ ഇരുന്നങ്ങ് വെന്തോളും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണേ. എൻ്റെ വയറ്റിന് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇല്ല, ഞാൻ സീരിയസ്ലി പറയണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചീരയൊക്കെ കഴിക്കില്ലേ, ആ സെയിം ടേസ്റ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയേ. ഓക്കെ, ഇനി വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ബൈ.